കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ യുവതി വെട്ടേറ്റ് മരിച്ചു. കക്കാട് സ്വദേശി ഷിബിലയാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. മയക്കുമരുന്ന് ലഹരിയിലായിരുന്നു യുവാവിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഭാര്യാമാതാവ് ഹസീന, അബ്ദുറഹ്മാൻ എന്നിവ ചികിത്സയിലാണ്. ദിസ്ന സുരേഷ് ഇരുന്നു. ദിസ്ന, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും കോഴിക്കോട് നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. അതിൽ യുവതി മരിച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം അവിടുത്തെ വാർഡ് മെമ്പർ ചേരുന്നുണ്ട്. എന്താണ് ചേട്ടാ സംഭവിച്ചത്? എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മരണപ്പെട്ട ഷിബില എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ ഭർത്താവാണ് അവരെ കുത്തിയിട്ടുള്ളത്. ഇവരെ തമ്മിലുള്ള കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട് ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷിബില സ്വന്തം വീട്ടിൽ ആയിരുന്നു താമസം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഭർത്താവായ യാസിർ ഒരു കാറിൽ വന്ന് ഭാര്യ വീട്ടിൽ നിർത്തുകയും ഇറങ്ങി വന്ന് ഭാര്യയെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ട് ഓടി വന്ന ഭാര്യയുടെ പിതാവ് ഈ കുട്ടിയുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും മാരകമായ കുത്തേറ്റു, പരിക്കേറ്റു. ഇപ്പം മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇതാണ് നിലവിൽ. യാസിർ മുൻപ് ലഹരി ഉപയോഗിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തിരുന്നു, പക്ഷേ യാതൊരു നടപടി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ച് കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എനിക്കറിയില്ല. അതേ സമയത്ത് കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എനിക്കറിയില്ല. എന്നാൽ ആള് ഈ പറഞ്ഞ യാസിർ ലഹരി മാഫിയയുടെ ഒരു പ്രധാന കണ്ണിയാണ് എന്നുള്ള ഒരു പൊതുജന സംസാരം നിലവിലുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി മാഫിയയുടെ ഒരു കണ്ണിയാണ് യാസിർ എന്നൊരു കാര്യം തന്നെയാണ് നാട്ടുകാരിൽ നിന്നും, പ്രത്യേകിച്ച് വാർഡ് മെമ്പറിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഷിബിലയാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ യുവാവ്, അതായത് ഭാര്യയും ഭാര്യ മാതാവിനെയുമാണ് വെട്ടിയത്. ഇവർ കുടുംബ വഴക്കിനെ തുടർന്ന് പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി ഒന്നും തന്നെ 28-ാം തീയതി പരാതി നൽകിയിരുന്നു. വലിയ രീതിയിലുള്ള ഉപദ്രവം ഇയാൾ ഉണ്ടാക്കുന്നു എന്ന് കാണിച്ചാണ് പരാതി നൽകിയത്. പക്ഷേ ആ പരാതി ഒന്നും തന്നെ പോലീസ് കണക്കിലെടുത്തില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇവർ സൂചിപ്പിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ യുവതി വെട്ടേറ്റ് മരിച്ചു. കക്കാട് സ്വദേശി ഷിബിലയാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. മയക്കുമരുന്ന് ലഹരിയിലായിരുന്നു യുവാവിൻ്റെ അക്രമം. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.